അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു മാളിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് വന്നത്. അവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഐശ്വര്യത്തി കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. സംഭവം കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഐശ്വര്യത്തി കഴിച്ച് പിന്നെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഓരോരുത്തരും ഓരോ ടൈപ്പ് സാധനങ്ങളാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നമുക്ക് എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ പിന്നെ ബീച്ചിൻ്റെ കുറച്ച് ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇറങ്ങിയൊന്നുമില്ല ഞങ്ങൾ, കാരണം ട്രെയിനിലല്ല തിരിച്ച് പോണത്. പിന്നെ ഞങ്ങൾ കാടമുട്ട, പിന്നെ കല്ലുമ്മക്കായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ കോഴിക്കോട് വന്ന ഈ സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുക്കാണ്ട് എങ്ങനെ പോകാൻ പറ്റുക. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ദൂരെ ഒരു യന്ത്രൂഞ്ഞാൽ കറങ്ങുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ എൻട്രൻസ് തപ്പി നടന്ന് ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നടന്ന്. കുറേ ഞങ്ങൾ നടന്ന് പോയപ്പോഴാണ് മനസ്സിലായത് വഴി ചെറുതായിട്ട് തെറ്റിയെന്ന്. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിന് മൂവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഒരു ബോഗിയിൽ കയറി. നോക്കുമ്പോൾ അത് റിസർവ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടുത്തെ റെയിൽവേ പോലീസ് ആ ഒരു ബോഗിയിലുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞു നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പാസഞ്ചേഴ്സ് ട്രെയിൻ വരിക, അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി ഇവർക്കൊരു ഡോനട്ടൊക്കെ കൊടുത്ത് പിന്നെ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ട്രെയിൻ കിട്ടി. സംഭവം എപ്പോഴും പറയണ പോലെ തന്നെ തിരക്കുണ്ടായിരുന്നു ഫസ്റ്റിൽ. പിന്നെ നമുക്ക് സീറ്റ് കിട്ടി. ഇതുവരെയായിട്ട് നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയത്. അവിടെ നിന്ന് 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ സ്ഥലമെത്തി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അങ്ങനെ എന്താ കഴിക്കാമെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് അവിടെ എത്തിയെങ്കിലും പിന്നെ ഒരു മെനുവിലൊരു അവരുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്ത് ഒരു ക്രീമി ചീസി അൽഫാമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. സോ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.